ലോൺ എടുത്ത് ജീവിതം തകർന്നു പോയവർ, ജപ്തിയുടെ വക്കിലാണ് ഉസ്താദെ എന്ന സങ്കടം പറഞ്ഞവർ, പലിശക്ക് പൈസ എടുത്തിട്ട് അടയ്ക്കാനൊരു വഴിയുമില്ല, പെട്ടുപോയതാണ്, എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്ന് ചോദിച്ച് വല്ലാതെ പ്രയാസപ്പെടുന്നവർ, ആത്മഹത്യയുടെ വക്കിലെത്തിയവർ, സാമ്പത്തികമായ പരാധീനതകൾ അനുഭവിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഒഴിവാക്കരുത് കേട്ടോ. ഈ വിഷയം മുഴുവനായി കേട്ട് നിങ്ങളുടെ ജീവിതത്തിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ. ഇൻഷാ അല്ലാഹ് പരിഹാരമുണ്ടാകും. അള്ളാഹു വലിയാണ് അല്ലേ, എല്ലാത്തിനും മുകളിൽ ഐശ്വര്യമുള്ളവനാണ്. അവൻ്റെ ഖജനാവിൽ നിന്ന് നമുക്ക് വല്ലതും തന്നാൽ അള്ളാഹുവിനൊന്നും കുറഞ്ഞു പോകില്ലല്ലോ. അതുകൊണ്ട് തന്നെ നാഥനായ റബ്ബിൻ്റെ അടിമകളായ നമ്മൾ ടെൻഷൻ അടിക്കണ്ട, വഴിയുണ്ട്. നമ്മുടെ കടങ്ങൾ വീടും, നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങും. നമുക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള വഴി നാഥനായ റബ്ബ് തുറന്നു തരും. ഉറപ്പാണ്. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തുണ്ട്. മുഴുവനായി കാണുക, വീഡിയോ ഷെയർ ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ടവരിലേക്ക് സ്വബാഹുൽ ഖൈർ എത്തിച്ചു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ വെള്ളിയാഴ്ച പകലിൽ സുബഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഹൃദ്യമായ മനസ്സോടെ നാഥൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ഇരുത്തം അള്ളാഹു സ്വീകരിക്കട്ടെ. മനസ്സറിഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായ പോസിറ്റീവ് വൈബുള്ളൊരു ദിവസവും കാരുണ്യവാനായ റബ്ബ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പറയുന്നത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഒരുപാട് ആളുകൾ വേദനിക്കുന്നുണ്ട് ഉസ്താദെ, സാമ്പത്തികമായ ഭദ്രതയില്ല, മക്കളെ കെട്ടിക്കാൻ വഴിയില്ല, പലിശക്ക് പണം എടുത്തുപോയി, ലോൺ എടുത്തു തിരിച്ചടക്കാൻ വഴിയില്ല, ജപ്തിയുടെ വക്കിലാണ്, കടക്കാർ വന്ന് വീടിൻ്റെ മുൻപിൽ നിൽപ്പാണ്. ഇങ്ങനെ എത്ര ആളുകളാണെന്നറിയോ സങ്കടങ്ങൾ പറയണത് അല്ലേ? അവർ പരിശ്രമിക്കുന്നുണ്ട്, അവർ കടം വീട്ടാൻ വേണ്ടി ഓടി നടക്കുന്നുണ്ട്. പരിശ്രമിക്കാത്ത ആളുകളെ കുറിച്ചല്ലേ? എന്ത് ദിക്റായാലും എന്ത് ദുആയായാലും അത് ഫലിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും അള്ളാഹിനോട് ദ്വാരക്കുകയും വേണം. അതായത് ഒരാൾ പണിക്കൊന്നും പോകണില്ല, പടച്ചോനെ എൻ്റെ കടം വീട്ടണേ എന്ന് പറഞ്ഞാൽ അവൻ വിവരദോഷിയാണ്, അവന് കിട്ടില്ല. നിരന്തരം നമ്മൾ അധ്വാനിക്കുന്നതോടൊപ്പം അള്ളാഹിനോട് പടച്ചോനെ എനിക്ക് തരണേ എന്നുള്ള പ്രാർത്ഥന ഉണ്ടെങ്കിലാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ അവനെ സഹായിക്കുക. അപ്പോൾ ഈ പരിശ്രമമൊക്കെ ഉണ്ടായിട്ടും പടച്ചോൻ എൻ്റെ കടം വീട്ടണില്ലല്ലോ റബ്ബേ, നീ എനിക്ക് തരണേ അല്ലാ എന്നുള്ള സങ്കടത്തിലിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ പറയട്ടെ, ഈ വെള്ളിയാഴ്ച ദിവസം നമുക്ക് മുതലാക്കാനുള്ളതാണെന്നേ. വെള്ളിയാഴ്ച ദിവസത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലേ? നമുക്ക് ആഖിറത്തിലേക്ക് ഒരുപാട് നന്മകൾ സമ്പാദിക്കാം. വെള്ളിയാഴ്ച ദിവസം നമുക്ക് സ്വർഗം മേടിക്കാം, നരകത്തിൽ നിന്ന് കാവൽ മേടിക്കാം, ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാമീപ്യത്തിന് ഉതകുന്ന സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാം, ഒരുപാട് നന്മകൾ. ഇതേപോലെ നമ്മുടെ ദുന്യവിയായ കാര്യങ്ങൾ അടിപൊളിയാക്കാനായിട്ട് വെള്ളിയാഴ്ച കൊണ്ട് പറ്റും. നമ്മുടെ ദുന്യവിയായ എല്ലാ പ്രയാസങ്ങളും നീക്കാൻ വെള്ളിയാഴ്ച കൊണ്ട് നമുക്ക് പറ്റും എന്നുള്ളതാണ്. കോടികളുടെ കടമുണ്ട് ഉസ്താദേ, അതുപോലെ വീട് ജപ്തിയുടെ വക്കിലാണ് ഉസ്താദ്, ലോൺ എടുക്കേണ്ട ഗതികേടിലാണ് ഉസ്താദ് എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അവരോട് പറയട്ടെ, വിഷമിക്കല്ലേ. ഇന്നല്ലാഹ മഅന, നമ്മുടെ കൂടെ അല്ല ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ ഇത് മുഴുവനായിട്ടൊന്ന് കേട്ടു നോക്കിയേ. ഇന്ന് അതിനൊരു നിങ്ങൾക്കൊരു ആശ്വാസം ലഭിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കി നോക്കിയേ. കടം കൊണ്ട് വലയുന്ന മറ്റൊരാളുടെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ട ഒരവസ്ഥയിലേക്ക് അല്ലാഹു നമ്മളെ എത്തിക്കില്ലട്ടോ. പടച്ചറബ്ബ് തൗഫീക്ക് നൽകുമാറാകട്ടെ. പുരുഷന്മാർ ജുമഅ നിസ്കാരം കഴിഞ്ഞിട്ട്, സഹോദരിമാരാണെങ്കിൽ സഹോദരിമാർക്ക് ജുമഅ നിർബന്ധമല്ലല്ലോ, അവർ ളുഹർ നിസ്കരിച്ചിട്ട്, പുരുഷന്മാർ ജുമഅക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന കൂലി വീടിൻ്റെ ഉള്ളിൽ നിങ്ങൾ ളുഹർ നിസ്കരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുകയാണ്. അത് അള്ളാഹു നിങ്ങൾക്ക് തന്നൊരു ഓഫറും കൂടെയാണ്. നിങ്ങൾ അത്രത്തോളം പ്രയാസപ്പെടണ്ട, നിങ്ങൾ വീട്ടിൽ നിസ്കരിച്ചാലും മതിയല്ലോ. അല്ലാഹു റബ്ബുൽ ആലമീൻ അത്രമേൽ കരുണ ചെയ്തതാണത്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ ബോധ്യത്തിൽ ഈമാനോടുകൂടെ ജീവിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ ളുഹർ നിസ്കരിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ അല്ലെങ്കിൽ ജുമഅ നിസ്കരിച്ചു കഴിഞ്ഞാൽ 70 തവണ നമ്മുടെ ഹലാലായ സമ്പത്തിന് വേണ്ടി അള്ളാഹിനോട് നമ്മൾ കൈ നീട്ടിയാൽ, പടച്ചോനെ ഹലാലായ സമ്പത്ത് നൽകണേ അല്ലാ, ഒരുപാട് പ്രയാസങ്ങളിലാണല്ല എന്നുള്ള ആ ഒരു ബോധ്യം വരുന്ന ഒരു ദിക്ർ 70 തവണ നമ്മൾ ചൊല്ലിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ സാമ്പത്തിക പരാധീനത ഉണ്ടാവില്ല. മറ്റൊരാളുടെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ടി വരില്ല. ഹലാലല്ലാത്തൊരു സമ്പാദ്യത്തിലേക്ക് നമ്മൾ ചെന്ന് കയറേണ്ട ഒരു അവസ്ഥ നമുക്ക് വരുത്തൂല. അല്ല, മനസ്സിലാവുന്നുണ്ടോ? പിശാചിൻ്റെ കണിവലയിൽപ്പെട്ട് നമ്മളുടെ ഇടയിൽ പോകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിലായി നമ്മൾ ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം ജുമഅ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ളുഹർ കഴിഞ്ഞിട്ട്
ഈ പറയുന്ന ദിക്ർ 70 തവണ ഹലാലായ രീതിയിൽ. നിങ്ങൾക്ക് മലയാളത്തിൽ ചോദിക്കാൻ പറ്റിയാൽ അൽഹംദുലില്ലാഹ് കുഴപ്പമൊന്നുമില്ല. ഏറ്റവും നല്ല റിപ്പോർട്ടുകൾ നമുക്ക് അറബിയിൽ വന്നിട്ടുണ്ട്, അതും ചൊല്ലാം. വേണമെങ്കിൽ മലയാളത്തിലും ദുആ ചെയ്യാം. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാം അറിയുന്നവനല്ലേ. ഈ ഒരു ദിക്ർ നിങ്ങൾ നോക്കിയേ, അല്ലാഹുമ്മ ർസുഖ്നി റിസ്ഖൻ വാസിഅൻ ഹലാലൻ ത്വയ്യിബാ. അല്ലാഹുമ്മ ർസുഖ്നി, എനിക്ക് നീ പ്രദാനം ചെയ്യണയല്ല, നീ നൽകണയല്ല. റിസ്ഖൻ വാസിഅൻ ഹലാലൻ ത്വയ്യിബൻ, ഏറ്റവും നല്ല വിശാലമായ ഹലാലായ റിസ്ഖിനെ നൽകണയല്ല. റിസ്ഖ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമൊന്നുമല്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുദിനം ജീവിച്ചു പോകാൻ ആവശ്യമായി എന്തൊക്കെയുണ്ടോ, അത് ഭക്ഷണമാകട്ടെ, വസ്ത്രമാകട്ടെ, സമ്പത്താകട്ടെ, കുടുംബമാകട്ടെ, മക്കളാകട്ടെ, അങ്ങനെ എന്ത് വേണോ അതൊക്കെ ഹലാലായ രീതിയിൽ നീ തരണയല്ല. ഹലാലല്ലാത്ത ഒന്നിൽ പോകേണ്ട അവസ്ഥ ഉണ്ടാകരുതല്ലേ. ഹലാലായ രീതിയിൽ നീ എനിക്ക് നൽകണേ പടച്ചോനെ. ഈ ദിക്ർ അല്ലാഹുമ്മ ർസുഖ്നി റിസ്ഖൻ വാസിഅൻ ഹലാലൻ ത്വയ്യിബാ, ഈ ദിക്ർ 70 തവണ ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് പുരുഷന്മാർ, ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് സ്ത്രീകൾ മനസ്സറിഞ്ഞ് ദുആ ചെയ്തിട്ട് കാരുണ്യവാനായ റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് ദുആ ചെയ്ത് നോക്കിയേ. ഒരാഴ്ചത്തേക്ക് നിങ്ങൾക്ക് ആ പ്രയാസം ഉണ്ടാവില്ല. അടുത്ത വെള്ളിയാഴ്ച ഇതുപോലെ ചെയ്യുക. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ചെയ്യുന്ന അമലിൻ്റെ പ്രത്യേകത ഒരാഴ്ച നമുക്ക് കാവൽ ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പഠിപ്പിച്ചത് കാണാം. എത്ര വലിയൊരു മഹാഭാഗ്യമാണല്ലേ. ചിലർ പറയാറുണ്ട്, കടം കൊണ്ട് വലയാണ് ഉസ്താദെ, ആത്മഹത്യയുടെ വക്കീലാണ് എന്നൊക്കെ പറയുന്ന ധാരാളം ആളുകൾ. ലോൺ എടുക്കാൻ പാടില്ലല്ലോ നമുക്ക്. പലിശയിലേക്ക് അടുക്കരുത്. പലിശയുമായി ബന്ധപ്പെടുന്നവനും സാക്ഷി നിൽക്കുന്നവനും പലിശ വാങ്ങുന്നവനും ഒക്കെ നരകത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനേറെ ഇങ്ങനൊരു ഹദീസ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, പലിശയുമായി ബന്ധപ്പെടുന്നവൻ സ്വന്തം മാതാവിനെ വ്യഭിചരിച്ചവനെ പോലെയാണെന്നാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എത്ര ഗൗരവമാണ് പലിശ. ഇസ്ലാം ഹറാമാക്കിയൊരു മേഖലയാണ് പലിശയുടേത്. പക്ഷേ പെട്ടുപോയി ഉസ്താദ്, എന്ത് ചെയ്യും? വേറൊരു വഴിയില്ലാതെ പെട്ടുപോയി. നമ്മളൊരിക്കലും ഹറാമായ പൈസ കൊണ്ട് വീട് വെക്കാൻ നിൽക്കരുത് കേട്ടോ. ഹറാമായ പൈസ കൊണ്ട് വീട് വെക്കാൻ നിൽക്കരുത്. ആ വീട്ടിൽ നമുക്ക് സമാധാനം കിട്ടൂല. അതിലേറെ സ്വസ്ഥത മാസം നിങ്ങൾ പൈസ കൊടുത്ത് വാടകയ്ക്ക് താമസിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഹറാമായ പൈസ കൊണ്ട് വീട് വെക്കുന്നതിനേക്കാൾ നല്ലത് ഹലാലായ പൈസ കൊടുത്ത് വാടകയ്ക്ക് താമസിക്കലാണ്. സ്വന്തം വീട് ഉണ്ടെങ്കിലേ ഒരു ഇസ്സത്തുള്ളൂ, ജനങ്ങൾക്കിടയിൽ അഭിമാനമുള്ളൂ എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ വീട് പണിതു. ലാസ്റ്റ് ആളുകളുടെ മുമ്പിൽ പോയി ഈ ഇസ്സത്തൊക്കെ വിട്ടിട്ട് കൈ നീട്ടി നിൽക്കേണ്ടി വരുന്നൊരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയേ. മനസ്സിലായി? കടം വാങ്ങാൻ വിരോധമില്ല, കടം തിരിച്ചു വീട്ടുന്നുണ്ടെങ്കിൽ, പലിശരഹിതമായ വായ്പകൾ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാം. പലിശ ബന്ധപ്പെടരുത് കേട്ടോ. പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം. അല്ല, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം. കാരണം ബറക്കത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നേ. ബറക്കത്തങ്ങ് നഷ്ടപ്പെടും. ഇനി കടം വാങ്ങുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, കടം വാങ്ങുന്നവൻ തിരിച്ചു കൊടുക്കുമെന്ന നിയ്യത്തിൽ വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാനാകുമ്പോൾ അള്ളാഹു അത് വീട്ടും. നിൻ്റെ അധ്വാനം ഉണ്ടെങ്കിൽ അള്ളാഹ് അത് വീട്ടിക്കോളും. ഇനി കടം വാങ്ങുന്നവൻ അതൊന്നും തിരിച്ച് വീട്ടണ്ട എന്ന ബോധ്യമാണെങ്കിൽ അവനെ അള്ളാഹു നശിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവനത് ആസ്വദിക്കാനൊന്നും പറ്റൂല. ചില ആൾക്കാരുണ്ട് കടം വാങ്ങി മുങ്ങുന്ന ആളുകൾ. അതുകൊണ്ട് അടിച്ചു പൊളിക്കാതായിരിക്കും അവരുടെ വിചാരം. ഇല്ലല്ല, അള്ളാഹ് നശിപ്പിച്ചുള്ളവനെ. നീ ആ പൈസയും കൊണ്ട് പോയിട്ട് അത് നിൻ്റെ ഒരു ഒടുക്കത്തെ പോക്കായിരിക്കും. ഇനി ഒരു തിരിച്ചു വരവ് നിനക്കുണ്ടാവില്ല. നിൻ്റെ ജീവിതം നശിച്ചു പോകാൻ സാധ്യതയേറെയാണ്. അതുകൊണ്ട് തന്നെ പലിശയുമായി ബന്ധപ്പെടരുത്. കടം വാങ്ങുന്നവർ തിരിച്ചു കൊടുക്കാൻ കഴിയുമെന്ന ആ ഒരു ബോധ്യത്തിന്മേൽ വാങ്ങണം. തിരിച്ചു കൊടുക്കാനുള്ള മാർഗ്ഗങ്ങൾ എനിക്കുണ്ട് എന്ന് ഉറപ്പുള്ള അത്ര പൈസ വാങ്ങിയാൽ മതി. അങ്ങനെയാണെങ്കിൽ അള്ളാഹിൻ്റെ സഹായം നമുക്കുണ്ടാകും. കടം കൊടുക്കുന്നത് തിരിച്ചു കിട്ടുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ കടം കൊടുക്കൽ സുന്നത്തുമാണ്. ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഉസ്താദ് ജപ്തിയിൽ പെട്ടുപോയി, ഇതിൽ നിന്ന് എങ്ങനെ ഊരിയെടുക്കാൻ പറ്റും? വഴി ഞാൻ പറഞ്ഞുതരാം. ജപ്തിയുടെ വക്കീലാണ്, കടം കൊണ്ട് വലയാണ്, നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുകയാണ്. വിഷമിക്കല്ലേ, അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മളെ കൈവിടൂല. അവൻ ഗനിയല്ലേ, അവൻ അധികാരിയല്ലേ, എല്ലാത്തിനും മുകളിലല്ലേ തമ്പുരാനുള്ളത് ഇല്ലേ? പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കണേ? എൻ്റെ ഉടമ ഏറ്റവും വലിയ ഐശ്വര്യവാനാണ്, അവൻ്റെ കയ്യിലാണ് എല്ലാ സമ്പത്തുമെങ്കിൽ അടിമയായ ഞാനെന്തിന് ടെൻഷൻ അടിക്കണം? ഞാൻ ചോദിച്ചാൽ തരുന്നവനാണ് എൻ്റെ ഉടമയെങ്കിൽ പിന്നെ എനിക്ക് ടെൻഷനില്ല. ചോദിക്കേണ്ട പോലെ ചോദിക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നില്ലേ, മൻ കസുറ അലൈഹി ദൈനു ഫൽയഖുൽ. ആർക്കെങ്കിലും കടം ഇങ്ങനെ വർദ്ധിച്ചു പോയാൽ എന്ത് ചെയ്യണം? അവൻ പറയണം, അവൻ ദുആ ചെയ്യണം, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക് അൻ ഹറാമിക് വഗ്നിനി ബിഫദ്ലിക് അമ്മൻ സിവാക്. എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക്, പടച്ചോനെ നിൻ്റെ ഹലാൽ കൊണ്ട് എനിക്ക് മതിയാക്കണേ അല്ലാ, അൻ ഹറാമിക്. അതായത് ഒരു പലിശക്ക് പോകേണ്ട ഒരു അവസ്ഥയോ അല്ലെങ്കിൽ ലോൺ എടുക്കേണ്ട ഒരു അവസ്ഥയോ അതിൽ നിന്നൊക്കെ ഹറാമായ ഒന്നിലേക്ക് കൈനീട്ടുന്നതിൽ നിന്ന് ഹലാൽ കൊണ്ട് നീ എനിക്ക് മതിയാക്കണേ അല്ല എന്ന് പറഞ്ഞ ആവശ്യത്തിന് ഹലാലായ പൈസ എനിക്ക് തരണേ അല്ല.
ആവശ്യത്തിന് ഹലാല് തരണേ അല്ല, ഹറാമിലേക്ക് വിടല്ലേ അല്ല. വഗ്നിനി ബിഫളിക അമ്മൻ സിവാക്, പടച്ചോനെ എന്നെ നീ ഐശ്വര്യവാനാക്കണേ അല്ല നിൻ്റെ ഔദാര്യം കൊണ്ട്. മറ്റൊരാളുടെ ഔദാര്യത്തിലേക്ക് പോകേണ്ടി വരരുതേ അല്ല. ഒരു പടപ്പിൻ്റെ മുമ്പിൽ പോയി ഇങ്ങനെ ഒച്ചാനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ലേ അല്ല. എല്ലാത്തിനും മുകളിൽ നീയുണ്ട്. നിൻ്റെ ഔദാര്യം കൊണ്ട് നീ എനിക്ക് തരണേ അല്ല, നിൻ്റെ ഔദാര്യം കൊണ്ട് നീ എന്നെ ഐശ്വര്യവാനാക്കണേ അല്ല എന്ന പ്രാർത്ഥന. ഇതും ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ദിക്ർ 70 തവണ ചൊല്ലി നോക്കിയേ. ഇത് ജുമാക്ക് ശേഷം മാത്രമല്ല, എല്ലാ ദിവസവും പതിവാക്കാൻ പറ്റുന്നൊരു ദിക്റാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ജുമാ ദിവസം 70 തവണ നിങ്ങളൊന്ന് പതിവാക്കി നോക്കിയേ. ഒരാഴ്ചത്തേക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രയാസങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു കാവൽ തരും. ഉറപ്പാണ്. ചിലപ്പോൾ അവൻ്റെ കാരുണ്യം കൊണ്ട് അവന് വർദ്ധിപ്പിച്ചു തന്നാലും ഒരു പ്രയാസം ഉണ്ടാവില്ലല്ലോ. അള്ളാഹു വർദ്ധിപ്പിക്കാൻ കഴിയുന്നവനാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്താണ് ആ ദുആ? അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. ധാരാളം ചൊല്ലാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട സന്തോഷമാണ് ഹാപ്പിനെസ് ഈസ് വെൽത്ത്. ഹാപ്പിനെസ്, ഈ സന്തോഷമാണ് നമുക്ക് സമാധാനം ഉണ്ടാക്കി തരുന്നത്. കടമൊക്കെ വാങ്ങി നമ്മളാകെ ഈ പലിശപ്പണമൊക്കെ എടുത്ത് അകപ്പാട് നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് സ്വസ്ഥതയില്ലാതെ നാളെ ബാങ്കുകാർ വരുമോ, നാളെ വീടിൻ്റെ മുമ്പിൽ ആൾ വരുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ജീവിക്കും. എന്ത് സമാധാനം നമുക്കുള്ളത്? അല്ലാഹു കാവൽ തരട്ടെ. ഏതായാലും ഇനി ഒരു നിസ്കാരം കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിസ്കാരത്തിൽ ഓതേണ്ട ചില സൂറത്തുകൾ. ഏത് നിസ്കാരം എന്നറിയോ? ഇത് വെള്ളിയാഴ്ച മാത്രമല്ല കേട്ടോ, എല്ലാ ദിവസവും, ആഴ്ചയിൽ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റും. എല്ലാ ദിവസവും ചെയ്തില്ലെങ്കിലും ആഴ്ചയിൽ ഒരു തവണെങ്കിലും നിങ്ങളിത് ചൊല്ലി നോക്കിയാൽ, ഇങ്ങനെ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ ഇത് മുജറബായി അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്താണ് ഇതിങ്ങനെ നടക്കും, പ്രയാസങ്ങൾ നീങ്ങും, കടങ്ങൾ വീടും, സാമ്പത്തികമായ ഐശ്വര്യം ഉണ്ടാവുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യാൻ പാടില്ലേ? എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കുന്നവരില്ലേ? ഉണ്ടോ? ഉണ്ട്. തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസത്തെ തഹജ്ജുദ് ഇങ്ങനെ ആക്കണം. എങ്ങനെ? ആദ്യം നമ്മൾ തഹജ്ജുദ് നിയത്ത് ചെയ്ത് കൈയ്യട്ടുക, വജ്ഹത്ത് ഓതുക, സൂറത്തുൽ ഫാത്തിഹ ഓതുക, ശേഷം 3 തവണ ആയത്തുൽ കുർസി ഓതുക. ഫാത്തിഹയ്ക്ക് ശേഷം 3 തവണ ആയത്തുൽ കുർസി ഓതുക, 3 തവണ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത് ഓതുക, 3 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. ഇത്രയേ ഉള്ളൂ. എങ്ങനെയാണ്? ഫാത്തിഹ ഓതി, വജ്ഹത്ത് ഓതിയതിനു ശേഷം ഫാത്തിഹയ്ക്ക് ശേഷം 3 തവണ ആയത്തുൽ കുർസി, 3 തവണ ഖുൽ യാ അൽ കാഫിറൂൻ, 3 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്. പിന്നെ സാധാരണ നിസ്കാരം പോലെ റുക്കൂ, എഴുത്തിദാൽ, സുജൂദ്, ഇടയിലിരുത്തം, പിന്നെ സുജൂദ്, പിന്നെ ഉയർന്നു വന്ന് കൈകെട്ടും അല്ലേ? രണ്ടാമത്തെ റക്അത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഫാത്തിഹ ഓതുക, ശേഷം 3 ആയത്തുൽ കുർസി, പിന്നെ 3 ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, 3 ഖുൽ ഹുവല്ലാഹു അഹദ്. ഈ സൂറത്ത് പതിവാക്കുക. ഒന്നാമത്തെ റക്അത്തിൽ ഏതിന് സമാനം തന്നെയാണ് രണ്ടാമത്തെ റക്അത്ത്. എന്നിട്ട് രണ്ടാമത്തെ റക്അത്തിൽ സലാം വീട്ടുക. ഈ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അവൻ പറയണം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം അസ്തഗ്ഫിറുല്ലാഹ്. സിമ്പിളാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധനാണ് അല്ലേ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി എന്ന് നമ്മൾ സാധാരണ ചേർത്ത് കൊടുക്കാറുണ്ട്. ചില റിപ്പോർട്ടുകളിൽ അങ്ങനെ വന്നിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ വബിഹംദിഹി എന്നില്ല, അസ്തഗ്ഫിറുല്ലാഹ് എന്നേ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചൊല്ലിയാൽ മതി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം അസ്തഗ്ഫിറുല്ലാഹ്. ഇത് നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര ധാരാളം ചൊല്ലുക. കരഞ്ഞ അള്ളാഹിനോട് ദ്വാരക്ക. അല്ലാഹു റബ്ബുൽ ആലമീൻ പ്രയാസങ്ങൾ നീക്കിത്തരും. ഈ ദിക്റിലൂടെ ഇസ്തിഗ്ഫാറും കൂടെ കടന്നു വരുന്നതുകൊണ്ട് നമുക്ക് ലഭിക്കണത് എന്താ? നമുക്ക് സമ്പത്ത് വേണം. സാമ്പത്തികമായ ഐശ്വര്യം തരും. സാമ്പത്തികമായ ഐശ്വര്യം തരും, ദീർഘായുസ് തരും, റിസ്ക്കിൽ വിശാലത തരും, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് മുക്തി തരും. എന്നും ചെയ്യണ്ട, എന്നും ചെയ്യാൻ പറ്റിയ അടിപൊളിയാണ്. എന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമുക്കിത് ചെയ്തുകൂടെ? ചെയ്യാൻ പറ്റൂലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകട്ടെ. എപ്പോഴും ദുആ വേണ്ടത് ഹറാമിലേക്ക് പോകാതെ പടച്ചോനെ ഹലാല് തരണേ അല്ലാ. മക്കൾ പലപ്പോഴും അനുസരിക്കണില്ല. മദ്രസയിൽ 10ാം ക്ലാസ് വരെ പോയി ഉസ്താദെ, സ്കൂളിൽ നല്ല സ്കൂളിലാണ് വിട്ടത് ഉസ്താദെ, ഞാൻ നല്ല നിലക്കാണ് അവനെ വളർത്തിയത് ഉസ്താദെ, മക്കൾ അനുസരിക്കണില്ല ഉസ്താദെ. കെട്ടിയും കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്തത് ഹറാമാണെങ്കിൽ മക്കൾ അനുസരിക്കൂല കേട്ടോ. മക്കൾ വഴികേടിലായി പോകാനായിട്ട് മദ്രസയിൽ 10ാം ക്ലാസ് വിട്ടതുകൊണ്ട് മാത്രം രക്ഷപ്പെടൂല. ഹലാല് കൊടുക്കണം, ഹലാലായ ഭക്ഷണം കൊടുക്കണം, മദ്രസ വിദ്യാഭ്യാസം കൊടുക്കുക വേണം, രണ്ടും കൂടെ വേണം. ഹലാലായ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ മക്കൾ വഴിതെറ്റി പോവും, മക്കൾ നന്നാവൂല, നമുക്ക് സമാധാനം കിട്ടൂല, സ്വസ്ഥത കിട്ടൂല. അല്ലാഹു റബ്ബുൽ ആലമീൻ കാവൽ നൽകട്ടെ. അപ്പോൾ ഹറാമിൽ നിന്ന് ഹലാലിലേക്ക് വരുന്ന അതിമനോഹരമായ ജീവിതം ആസ്വദിക്കാൻ കാരുണ്യവാനായ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം എന്താണ്? അത്
മഹദിയായ സയ്യിദത്തുന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. നഫീസത്തുൽ മിസ്രിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ബിസ്മിയും ഹംദും സ്വലാത്തും നൽ സലാമും മുന്നേ നഫീസത്തുമാല ഞാൻ തുടങ്ങിയിടുന്നേ. മുഷ്ഫിഉൻ മുഫല്ലലുൻ മുഖദ്ദമുൻ നൂറുല്ലാഹ് മൂസിലുൻ മുഹൈമിനുൻ മുബല്ലിഉൻ സഅദുല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സയ്യിദത്തുന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ മടക്കാവൽ അല്ലാഹു നമുക്ക് നൽകട്ടെ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ കൊണ്ട് എപ്പോഴും ദുആ ചെയ്യിപ്പിക്കുന്ന മദ്ഹബിൻ്റെ ഇമാമായ വലിയ മഹാപണ്ഡിതനുണ്ട്. മദ്ഹബിൻ്റെ ഇമാമാണ്. എപ്പോഴും നഫീസ ബീവിയുടെ അടുക്കൽ ചെന്നിട്ട് ദുആ ചെയ്യാൻ പറയും. ദുആ കൊണ്ട് വസിയത്ത് ചെയ്യും. ആ മഹാൻ്റെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അത്രയേ ഉള്ളൂ ഇല്ലേ? ആർക്കാണ് ഇനി അടുത്ത 1000 രൂപ ലഭിക്കാമെന്ന് അറിയില്ലല്ലോ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ടെന്നേ. 1000 രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുതാണ്, ചിലപ്പോൾ അവർക്ക് വലുതായിരിക്കും. അവരുടെ ജീവിതത്തിൽ വലിയൊരു തുക തന്നെയാണ് അല്ലേ? 1000 രൂപ ചെറുതാണെന്നല്ലോ ഞാൻ ഈ പറഞ്ഞത്. നമ്മിൽ ചില ആളുകൾക്കെങ്കിലും 1000 രൂപയല്ലേ എന്നുള്ള മൈൻഡ് ഉണ്ടാകും. അല്ലല്ല, ആ 1000 രൂപ കൊണ്ട് ഒരാഴ്ച മുഴുവൻ ഭക്ഷണം കഴിച്ചു പോകുന്ന കുടുംബങ്ങളെ നമുക്കറിയാം. അള്ളാഹു എല്ലാവർക്കും സാമ്പത്തികമായ ഐശ്വര്യം അവനെ മറക്കാത്ത നിലക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ അലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറാഹിമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. എത്രയെത്ര പ്രയാസങ്ങൾ പറഞ്ഞാണ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ളത്. എല്ലാ പ്രയാസങ്ങളും അറിയുന്ന നാഥ, സമാധാനം നൽകണേ തമ്പുരാനെ. സാമ്പത്തികമായ പരാധീനതകൾ അനുഭവിക്കുന്നവർ, പടച്ചവനെ കടം കൊണ്ട് വരയുന്നവർ, ജപ്തിയുടെ വക്കീലാണെന്ന് പറഞ്ഞവർ, ആത്മഹത്യയുടെ വക്കീലാണെന്ന് പറഞ്ഞവർ, അല്ലാഹുവേ എല്ലാവർക്കും ഹൈറായ ജീവിതം നൽകണേ തമ്പുരാനെ. എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും ഉടമയായ നാഥ, നിൻ്റെ അടിമകളായ ഞങ്ങളെ നീ ഐശ്വര്യവാന്മാരാക്കണേ തമ്പുരാനെ. മറ്റൊരാളിലേക്ക് പോകാത്ത നിലക്ക് നിന്നിൽ നിന്ന് മാത്രം ഐശ്വര്യം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഞങ്ങൾക്ക് നീ ഐശ്വര്യം നൽകണേ തമ്പുരാനെ. കുടുംബത്തിലെ പ്രയാസങ്ങളെ നീക്കണയല്ല, ഐക്യം നിലനിർത്തണയല്ല, പഠിക്കുന്ന മക്കളുണ്ട് ബറക്കത്ത് ചെയ്യണയല്ല, സ്വാലിഹീങ്ങളാക്കണയല്ല, ഹലാല് ഭക്ഷിക്കാൻ ഹലാല് ഭക്ഷിപ്പിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ ഇണകൾക്കും തൗഫീക്ക് നൽകണേ അല്ലാ. യാ റബ്ബന യാ റബ്ബന. ഈ സ്വബാഹുൽ ഖൈർ സ്നേഹിക്കുന്നവർ, ഇതുമായി ബന്ധപ്പെടുന്നവർ, ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവർ, ഈ ഒരു കുടുംബത്തെ തന്നെ സ്വബാഹുൽ ഖൈർ എന്ന ഈ കുടുംബം അല്ലാഹുവേ ഒരുപാട് പ്രയാസങ്ങളിലായിരുന്നവർ അൽഹംദുലില്ലാ നിന്നെ സ്തുതിച്ച് നിനക്ക് സ്തുതി പറഞ്ഞതിൻ്റെ പേരിൽ ജീവിതം മെച്ചപ്പെട്ട് പോസിറ്റീവായ ഒരു ലൈഫിലേക്ക് ഈ സദസ്സ് കൊണ്ട് എത്തിയിട്ടുണ്ട് അല്ലാഹുവേ. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ നീ പ്രകാശം തരണയല്ല, നീ പ്രകാശം തരണയല്ല, നീ പ്രകാശം തരണയല്ല. അർഹമുർറാഹിമായ തമ്പുരാനെ, ഈ വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങളെ നീ ഹായിബാക്കല്ലയല്ല. ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം നൽകണയല്ല, അവിടുത്തെ മദദ് നൽകണയല്ല, മഹബത്ത് വെക്കാൻ തൗഫീക്ക് നൽകണയല്ല, അവിടുത്തെ സിയാറത്ത് ചെയ്യാതെ ഞങ്ങളെ നീ മരിപ്പിക്കില്ലയല്ല. റഹമുറാഹിമായ റബ്ബെ, എത്രയെത്ര രോഗികളാണ്, ഷിഫാ നൽകണയല്ല, ഷിഫാ നൽകണയല്ല, ആജിലും കാമിലുമായ ഷിഫാ നൽകണയല്ല, കടങ്ങളെല്ലാം വീട്ടണയല്ല, കച്ചവടത്തിൽ തൊഴിലിൽ ബറക്കത്ത് ചെയ്യണയല്ല, പ്രവാസികളുണ്ട് ഖൈർ നൽകണയല്ല, പടച്ചവനെ മക്കളില്ലാത്തവർക്ക് സന്താനങ്ങൾ നൽകണയല്ല, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല, യാ റബ്ബന ഖൈറായ വീടില്ലാത്തവർക്ക് നൽകണയല്ല, ഉള്ള വീട്ടിൽ സ്വസ്ഥത നൽകണയല്ല, ഹലാലിൽ വീട് നിർമ്മിക്കാൻ ഹലാലിൽ വാഹനം വാങ്ങാൻ എല്ലാറ്റിനും നീ തൗഫീക്ക് നൽകണയല്ല. നീ നൽകിയാൽ പിന്നെ ഞങ്ങൾക്ക് ടെൻഷനില്ല തമ്പുരാനെ, ടെൻഷൻ ഫ്രീ ആയ ഖൽബ് നൽകണയല്ല. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ തുടങ്ങി പല ആളുകളും ഖബറിലാണ്. ഈ സ്വബാഹുൽ ഖൈർ കുടുംബത്തിൽപ്പെട്ട പല ആളുകളിൽ നിന്നും മരണപ്പെട്ടു പോയവരുണ്ട്. എല്ലാവരുടെയും ഖബറിൽ ഈ സദസ്സിൻ്റെ പ്രകാശം നീ എത്തിക്കണയല്ല. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല റബ്ബേ, ഈമാൻ സലാമത്താക്കണയല്ല. പെട്ടെന്ന് വിളിക്കല്ല തമ്പുരാനെ. ഞങ്ങൾ
ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും കുടുംബസമേതം ആരംഭപ്പൂവായ താജ്ദാരെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ ജന്നാത്തുൻ നഈമിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാഹ് ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.